ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. നമ്മുടെ നാട്ടിലാണെന്ന് ചോദിച്ചാൽ അല്ലതാണ് കേട്ടോ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എപ്പോഴും വീട്ടിൽ എല്ലാവരുടെ അടുത്തും കരുതുകയില്ല. എന്നാലും നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാന്ന് നോക്കിയോ, ഇത് കുറച്ച് ഒലീവ് ഓയിലാണ്, ഇതില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, പിന്നെ ഇച്ചിരി ഉള്ളി, സവാളയാണ്, കുറച്ച് ക്യാപ്സിക്കം, ഇച്ചിരി ക്യാരറ്റ്, സെലറി, ഇച്ചിരി വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി ജീരകപ്പൊടി, കുറച്ച് പാപ്രിക്ക, ഉപ്പ്, ഇത് കുറച്ച് തൈമാണ്, ടൊമാറ്റോ, ഇത് പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇത് കുറച്ച് രാജ്മ പയർ വേവിച്ചെടുത്തേക്കുക, കുറച്ച് പീസ്, ഈ പീസ് വേവിച്ച് വെച്ചേക്കുവാണേ. പിന്നെ കുറച്ച് വിനീഗർ, ഇച്ചിരി ചീസ്, ഏത് ചീസായാലും കുഴപ്പമില്ല, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനം വേണ്ടത്. ഇത് നമ്മൾ വീട്ടിൽ എപ്പോഴും കരുതുന്നതല്ല എല്ലാ സാധനവും, പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റൂ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഇച്ചിരി കരുതാം. ഒരുപാടൊന്നും വേണ്ട. കാര്യം എന്നാന്നോ, ചിലർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. ഇതൊരു എബ്രോഡ് ഫ്ലേവറാണ് വരുന്നത്. സ്പൈസിനെസ് കുറച്ച് കുറവാണ്. നമ്മൾ ഈ തൈമും അതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക്, തൈമെന്ന് പറയുന്നത് ഒരു ഇലയാണ്, ഇല ഡ്രൈ ചെയ്തതാണ്. അതായത് നമ്മുടെ ഈ പുളിയുടെയൊക്കെ ഇല പോലെ ഇരിക്കും, അത് ഡ്രൈ ചെയ്ത് അതിന് പ്രത്യേകമായിട്ടൊരു ഫ്ലേവർ ഉണ്ട്, ഒരു നല്ലൊരു ഫ്ലേവർ അതിനുള്ളത്. അതേപോലെ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന സെലറി നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനം തന്നെയുള്ളൂ. പിന്നെ ജീരകം, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത്. എക്സ്ട്രാ എന്ന് നമ്മൾ കരുതാത്തത് എപ്പോഴും ഉള്ളത് ഒന്ന് ക്യാപ്സിക്കം, ചിലർ ശരിക്കും രാജ്മ പയർ എല്ലാവരുടെ വീട്ടിലും മിക്കവാറുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ പറയാൻ എന്തോ പീസ്, അതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എപ്പോഴും ചീസാണ് പിന്നെയും കരുതാത്തത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലിടണം. കാര്യം രാജ്മ പയറിന് ഇച്ചിരി ഗ്യാസ് ഉള്ള കൂട്ടത്തില്ല. അപ്പം നിറച്ച് വെളുത്തുള്ളി ഇട്ടാലേ അതിൻ്റെ ദഹനം കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ചിലർക്ക് ഓക്കെയാണ്. ഈ ചിലരൊക്കെ പറയും വലിയ പയർ കഴിച്ചേച്ച് അങ്ങ് എപ്പടി ഗ്യാസാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാജ്മ പയറിനും ഗ്യാസ് ഉണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി നിറച്ചിടാം എന്നും പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കല്. അതിന് ആവശ്യത്തിന് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ കൂടുതൽ ഇടുവാണെങ്കിൽ എണ്ണ ഒഴിച്ച് വെച്ചാൽ ആദ്യം തന്നെ വെളുത്തുള്ളി ഇടണം. കാര്യം വെളുത്തുള്ളിയുടെ കംപ്ലീറ്റ് ഫ്ലേവർ അതിനകത്തോട്ട് നിൽക്കണ്ട. വെളുത്തുള്ളി ഒരു ശക്കലോ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെളുത്തുള്ളിയുടെ, ഞാൻ എപ്പോഴും പറയുമല്ലേ, ആ ഒരു ഫ്ലേവർ അതൊരു ഇച്ചിരി ഒന്ന് മാറിക്കിട്ടും. ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒന്ന് മൂത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ക്യാപ്സിക്കത്തിൻ്റെ ആ ക്രഞ്ചിനെസ് നമുക്ക് ഇഷ്ടമാണു എങ്കിൽ അത് കുറച്ച് ഒന്ന് ആവി കയറാനുള്ള പാത്രം വെച്ചേച്ച് ബാക്കി ഇതിനകത്തോട്ട് ഇടണേ. അതല്ല ക്യാപ്സിക്കം ഇങ്ങനെ വെന്തേച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ്, ഇതിനകത്ത് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസ് വേണേലും ചേർക്കാം.
വെജിറ്റബിൾസ് എല്ലാം ഈ പറഞ്ഞ പോലത്തെ എന്നാ പച്ചയ്ക്ക് ആ റോ ആയിട്ട് തിന്നുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രോട്ടീനും വൈറ്റമിനും എല്ലാം നമ്മുടെ ദേഹത്ത് പിടിക്കുന്നതെന്ന് പറയും. പക്ഷേ ഈ പിള്ളേർ എന്നാ പറയുക, കളിച്ചേച്ചൊക്കെ വരുമ്പോൾ വേണ്ടി കൂടിപ്പോയാൽ ഒരു ക്യാരറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് കിടക്കുമായിരിക്കും. അതിൽ കൂടുതലൊന്നും തിന്നിയേല. അപ്പോൾ മാക്സിമം നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യാതെ ഒരു ഹാഫ് കുക്കാക്കി എടുത്തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു റോനെസ്, ഓൾമോസ്റ്റ് അല്ല ഹാഫ് കുക്ക് ആയാലും അത് വെന്ത് പോവും, അത് ശരിയാണ്. പക്ഷേ എന്നാലും ഒരുപാട് അങ്ങ് വേവിച്ച് കളയില്ല, ക്രഞ്ചിനെസ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനകത്തോട്ട് ഒരു ഫ്ലേവർ വരാനായിട്ട് ഒരു ഇച്ചിരി സെലറി, ക്യാരറ്റൊക്കെ ആണെങ്കിലും ഒരു ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് അതങ്ങ് ഭയങ്കര കട്ടിയല്ല എന്നാൽ ഇച്ചിരി സോഫ്റ്റ് ആവുമല്ലേ, അത്രയും നേരം ഇതിനെ ഒന്ന് വഴറ്റി വെച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പൊടിയെല്ലാം ചേർക്കണേ. ഫസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, തനിയെ ജീരകം ഇടണ്ടെങ്കിൽ അങ്ങനെ ഇടാം. മുളക് പൊടിയാണ് ഇതിൻ്റെ എരിവ്, അപ്പം അതനുസരിച്ച് ചേർത്തോളാം. കുറച്ച് പാപ്രിക്ക, പോരാ എന്ന് തോന്നുവാന്നേൽ അത് കുറച്ചുകൂടെ പിന്നെ ചേർത്തേച്ചാൽ മതി. ഇത് പിന്നെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന കൂട്ടോ ഒരുപാട് അങ്ങ് മൂപ്പിക്കാനൊന്നും നിൽക്കല്ലോ കേട്ടോ. ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആ ടൊമാറ്റോ ചേർക്കാം. രാജ്മ പയറിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്. അപ്പം അത് പീസ് നമ്മൾ നല്ലോണം വേവിച്ച് വെച്ചായതുകൊണ്ട് പിന്നെ പീസ് ഇപ്പോൾ ചേർക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഈ ക്യാരറ്റും രാജ്മ പയറും നാന്നു ഇതിനകത്ത് ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സ്റ്റോക്ക് ഉണ്ടാക്കിയില്ലായിരുന്നോ, അതിനകത്തോട്ട് ഒഴിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ്, പയറിനകത്ത് ഉപ്പിട്ട് വേവിക്കുവാന്നേൽ പിന്നെ ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ നോക്കിയേച്ചാൽ മതി. ഇനി അതല്ല വെജിറ്റബിൾ സ്റ്റോക്ക് എടുക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ പയർ വേവിക്കുകയല്ലേ, അന്നേരം ആ വെള്ളം ചേർത്തേച്ചാലും മതി. പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് കുറച്ച് തൈമാണ്. തൈമും കൂടെ ഇട്ടേച്ച് ഇനി എന്നാന്നോ ഇതിനായിട്ട് ഒരു ഇച്ചിരി പണിയുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനിൽ വേവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ചേർത്തേക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് മൊത്തം പോവാത്ത വിധത്തിൽ വേണം വേവിക്കാൻ. ഞാൻ ആ ക്രഞ്ചിനെസ് ഒന്ന് മാറാത്ത രീതിയിൽ മാത്രമേ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും വേവിച്ചിട്ടുള്ളൂ. രാജ്മ പയർ ഈ പറഞ്ഞ കൂട്ട് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തേക്കുക. പിന്നെ ആ ക്യാരറ്റും രാജ്മയും ഒരുമിച്ച് വേവുമ്പോൾ വേവ് കറക്റ്റായിരിക്കും. ക്യാരറ്റിൻ്റെ വേവ് എത്രയാണോ അതനുസരിച്ചാണ് രാജ്മ പയറിൻ്റെ വേവ് ഇട്ടേക്കുന്നത്. കാര്യം അതിനകത്തെ പയർ വേവിച്ചേച്ച് അതിൻ്റെ വെള്ളം കളയരുത്, അത് ഇതിനകത്തോട്ട് തന്നെ ചേർക്കണം. പിന്നെ ഇനി ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് ഒരുപാട് വേണ്ട, കുറച്ച്. ഏറ്റവും കൂടുതൽ ഗ്രീൻ പീസ് ഇങ്ങനെ പെറുക്കി മാറ്റുന്നത് നമ്മുടെ പിള്ളേർ തന്നെയാണ്. പക്ഷെ ഗ്രീൻ പീസിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എന്നുവെച്ച് ഇതിനകത്തോട്ട് കുറച്ച് വിനീഗർ, ഈ സ്റ്റൂ ഉണ്ടാക്കാൻ അധികം താമസം വരികയില്ല, ഏറ്റവും എളുപ്പമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാലത്തൊന്നും നമുക്കിത് അധികം കഴിക്കാൻ നോക്കിയാൽ വൈകിട്ട് ഡിന്നറിന് ചപ്പാത്തിക്കോ പൂരിക്കോ അല്ലെങ്കിൽ ബട്ടൂരയ്ക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ സ്റ്റൂ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എരിവ് എന്ന് പറയുന്നത് നമ്മുടെ മുളക് പൊടി മാത്രമേ ഉള്ളൂ, അതനുസരിച്ച് നമ്മൾ മുളക് ചേർക്കുക. ഇനി ഇതിനകത്ത് തേങ്ങാപ്പാലും മറ്റൊന്നും അല്ല ചേർക്കുന്നത്, ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അതൊരു ഹാഫ് പോർഷൻ ചേർത്തേച്ച്
ആ ക്രീമിനകത്തൂടെ ഈ എന്താ പറയുക കംപ്ലീറ്റ് വെജിറ്റബിൾസിനകത്ത് അങ്ങ് ചേരണം. ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇത് എന്നാണെന്നറിയോ, ആ ക്രീമും ആ പൊടിയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചേരണം. ഇപ്പം നിങ്ങളിത് കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് തന്നെ ചുമ്മാ പച്ചക്കറി പുഴുങ്ങി വെച്ച പോലെ തോന്നും, പക്ഷേ ഇതിനകത്ത് അതിൻ്റെതായ പൊടികൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപാട് സ്പൈസി അല്ല, നമ്മുടെ നാട്ടിലേക്ക് സ്റ്റൂ കൂട്ടാൻ കരുതരുത്. ഇത് കുറച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചീസും ക്രീമും ഒക്കെ ചേർന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു ചോയ്സ് കൂടെ തരാം. എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ക്രീം ചേർത്ത് നിർത്തിയേക്കുക, അത് കഴിഞ്ഞ് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ നേരം മാത്രം കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടേച്ചാൽ മതി. ഇറ്റ് ഡിപ്പെൻസ്. ചൂടോടെ ഇടുമ്പോഴാ ചീസസ് എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു വരുന്നില്ലേ, അതും കൂടെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സ്റ്റൂവിന് വരുന്നത്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഏതായാലും കുഴപ്പമില്ല. നല്ല ടോസ്റ്റഡ് അല്ലെങ്കിൽ ഗ്രിൽഡ് ഗാർലിക് ബ്രെഡ് ഇതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ്, അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻസ്. കാര്യം അവിടെ ഉള്ളവരൊന്നും അല്ലെങ്കിൽ ടോട്ടീലാസ്, അതാണ് അവിടെ എബ്രോഡുള്ള ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത്. ടോട്ടീല എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദ ചപ്പാത്തി, നല്ല സോഫ്റ്റ് മൈദ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം. മൈദ ഇസ് ബേസിക്കലി അൺഹെൽത്തി, അതുകൊണ്ട് നമ്മൾ അതിലധികം തൊടണ്ട. ഗാർലിക് ബ്രെഡ് നല്ല ബ്രൗൺ ബ്രെഡ് ഗാർലിക് തേച്ച് ചെയ്യുവാണെങ്കിൽ, ഗ്രിൽ ചെയ്തെടുക്കുവാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ല കോമ്പിനേഷനാണ്. എന്നും ചപ്പാത്തി എല്ലാം തിന്നുന്നതിന് ഒരു ക്വയറ്റ് ഡിഫറെൻറ്റ്. ഇനി ഇതിനകത്തൊന്നും ചേർക്കാനില്ല, ഇതെല്ലാം കൂടെ എന്താ പറയുക കറിയിലേക്ക് രാജ്മയുടെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് നല്ലതായിട്ട് ചേരണം. ആ ഒരു ടൈമാണ് നമുക്ക് ഇതിന് കൊടുക്കാനുള്ളത്. ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ പറയത്തില്ല അടുക്കളയിൽ എന്നാ ഉണ്ടോ അത് വെച്ച് എന്നതേലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതലുള്ളത് ചപ്പാത്തിയുടെ ഗോതമ്പ് മാവാണ് ഉള്ളത്. അന്നേരം പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ